മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എന്തിനാണ് നമ്മൾ അസൂയ വെക്കുന്നത്? നമ്മൾ എന്തിനാണ് അസൂയ വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലി നിഅമില്ലാഹി അഅദാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കളുണ്ടത്രേ, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശത്രുക്കളുണ്ടത്രേ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് ശത്രുക്കളുണ്ട് നമുക്കറിയാം, അല്ലാഹുവിന്റെ ദീനിന് ശത്രുക്കളുണ്ട് നമുക്കറിയാം. പക്ഷെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുക്കൾ ആരെന്നറിയോ? സഹാബത്ത് ചോദിച്ചു, അവരാരാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവര് അസൂയക്കാരാ. എന്തുകൊണ്ടെന്നറിയോ? എനിക്കിപ്പോ അല്ലാഹു തആല ഒരു സൗഭാഗ്യം തന്നിരിക്കട്ടെ, ആ സൗഭാഗ്യം എനിക്ക് തന്നത് കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾ അസൂയ വെക്കുകയാണ്. പടച്ചവനെ, അതൊന്ന് നശിച്ചിരുന്നെങ്കിൽ. എന്റെ വീട് കണ്ടിട്ട് നിങ്ങൾ പറയുന്നു, പടച്ചവരെ ഒരു ഭൂകുലുക്കം വന്നെങ്കിലും അത് നശിച്ചെങ്കിൽ, പടച്ചവരെ ഒരു ഭൂചലനം വന്നിട്ടെങ്കിലും അത് നശിച്ചു പോയെങ്കിലല്ല. കാരണം എന്താണ്? എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് അസൂയയാണ്. ആ അസൂയ നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളിൽ കണ്ണുവെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ല എനിക്ക് തന്ന നിഅമത്തുകളുടെ ശത്രുവാണത്. പാടില്ല, പാടില്ല മുസ്ലിമേ, നമ്മൾ ആരോടും അസൂയ വെക്കണ്ട. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ തണലിൽ ഒരാളെ കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കാറുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുകയാ. ആ മനുഷ്യന് വല്ലാത്ത അടുപ്പം ചെന്ന മനുഷ്യനാ, അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പക്കാരനായ മനുഷ്യനാ. കാരണം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനല്ലേ. ആ മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകന് മൂസാ നബി ചോദിച്ചല്ലോ, ഈ മനുഷ്യനാരാ? ഇത്രയും വലിയ അടുപ്പക്കാരൻ നിനക്കുണ്ടെങ്കിൽ അവന് ആരാണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ഓ മൂസാ നബിയേ, അയാൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയണ്ടേ? അതല്ലേ വേണ്ടത്. ആരായ നിങ്ങൾക്കെന്താ? അയാൾക്ക് ഈ അടുപ്പം കിട്ടാൻ കാരണം എന്തെന്നല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്, അതല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, അതല്ലേ നിങ്ങൾ പ്രബോധനം ചെയ്യേണ്ടത്. അവരാരോ ആയിക്കോട്ടെ, നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അയാൾ ഇങ്ങനെ എന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിയെന്ന് നിങ്ങൾ അറിയുക. മൂസാ നബി ചോദിക്കുന്നു, അല്ലാ, അയാളെ എങ്ങനെയാ നീ ഇത്ര അടുപ്പക്കാരനാക്കിയതല്ല? ഇത്രയും അടുപ്പ് ശ്രദ്ധിക്കാൻ അയാളെ ചെയ്ത പ്രവൃത്തി എന്താ? മഹാനായ മൂസാ നബിയോട് അല്ലാഹു പറയുകയാ, മൂന്ന് ഗുണങ്ങളായിരുന്നു ആ മനുഷ്യനുള്ളത്. മാതാപിതാക്കളെ ഇന്നേ വരെ ബുദ്ധിമുട്ടിക്കാത്ത മനുഷ്യനാണത്. ഇന്നേ വരെ മാതാപിതാക്കളോട് ഛേ എന്ന് പോലെ പറഞ്ഞിട്ടില്ല, മാതാപിതാക്കളുടെ നേരെ കണ്ണൊന്നുരുട്ടിയിട്ടില്ല, മാതാപിതാക്കളുടെ മുമ്പിലൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തേതാണ് യേശനി പറഞ്ഞ് നടന്നിട്ടില്ല. ഇന്ന് യേശനി എല്ലാവർക്കും വല്ലാത്തൊരു സുഖമാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന ഞാൻ വന്ന് നിങ്ങളോട് മറ്റൊരാളെ പറ്റി അവരറിയാത്തത് പറഞ്ഞു തരുക, എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ പറ്റി നിങ്ങളറിയാത്തത് പറഞ്ഞു കൊടുക്കുക. ഇന്ന് ആളുകൾക്ക് വല്ലാത്ത ഹരമാണത്. അതിൽ പ്രഭാഷകനാണെന്നോ, അതല്ലെങ്കിൽ സയ്യിദാണെന്നോ, അല്ലെങ്കിൽ ഖാദിയാണെന്നോ, അല്ലെങ്കിൽ ആലിമാണെന്നോ, അല്ലെങ്കിൽ തങ്ങളാണെന്നോ, അല്ലെങ്കിൽ ഹാജിയാണെന്നോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇമാമാണെന്നോ, അതൊന്നും പരിഗണനയില്ല. ആരെ പറ്റി വേണോ നമ്മൾ നമീമത്ത് യേശന് പറയാൻ നമ്മൾ മിടുക്കന്മാരാ. ആരെ പറ്റി വേണമെങ്കിൽ നമ്മൾ പറയാൻ നല്ല തിടുക്കത്തിലാ നമ്മളുള്ളത്. എന്നാലും പഠിച്ചോ, ഈ അർശിന്റെ ചുവട്ടിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അയാൾ യേശനി പറയാത്തവനാ. നമ്മുടെ വിഷയം അതുമല്ല. മൂന്നാമതായിട്ട് അല്ലാഹു മൂസാ നബിയോട് പറയുകയാ, ലാ യഹ്സുദൂനന്നാസ്, ജനങ്ങളോട് ഒരു കാര്യത്തിലും അസൂയ
വെക്കൂല. അള്ളാഹു പറയുന്ന ഒരു നിഅമത്തുകൾക്കും അവൻ അസൂയ വെക്കൂല. ആർക്ക് എന്ത് കിട്ടിയാലും പറയും അൽഹംദുലില്ലാഹ്, അവനത് കിട്ടിയല്ലോ സന്തോഷം. നമ്മൾ എന്തിനാ അസൂയ വെക്കുന്നത്? ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ഒരാൾക്കുള്ള നിഅമത്ത് കൊടുക്കുന്നത് കാണുമ്പോ, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, പ്രഭാഷകനാണ്, എന്നെ പോലത്തെ ഒരു പ്രഭാഷകന് നല്ല പ്രസംഗം അവതരിപ്പിക്കുമ്പോ അല്ലാഹുവേ എന്നെക്കാല് സാമർഥ്യനാണല്ലോ, സമർത്ഥനാണല്ലോ, സാമർഥ്യമുള്ളവനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ഈ അനുഗ്രഹം നീ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവന് വളർന്നു വളർന്നു പോകും. ഞാൻ താഴോട്ട് തളർന്നു പോകുന്നതിന് സംശയമില്ല. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലുൻ നാറുൽ ഹതബാ. തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ എന്റെ നമസ്കാരവും, എന്റെ നോമ്പും, എന്റെ സൽക്കർമ്മങ്ങളും, എന്റെ സ്വതക്കയും, എന്റെ തഹജ്ജുദും, എന്റെ ളുഹായും, എന്റെ ജീവിതത്തിലെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഈ അസൂയ എന്ന് പറയുന്ന സംഗതി നശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ അല്ലാഹു ആർക്ക് കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് അസൂയ വെക്കല്ലേ, അത് ഒരിക്കലും നശിച്ചു പോകാൻ കൊതിക്കല്ലേ. അല്ലാഹ് പറഞ്ഞതെന്താണ്? അൽ ഹാസിദു അദുവുൽ നിഅമതി, എന്റെ നിഅമത്തിന്റെ ശത്രുവാണ് അസൂയ വെക്കുന്നവന്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. ഇതാരാണ് പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത്. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, നാളെ നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, അവനാണ് പറഞ്ഞത് അൽ ഹാസിദു അദുവുൽ നിഅമതി. അസൂയ വെക്കുന്നവൻ എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്. മുതസഖിതുൽ ഖളാഇ, എന്റെ വിധിയിൽ ദേഷ്യമുള്ളവനാണ്. ഗൈറു റാളിം ബിഖിസ്മതി, എന്റെ ഓഹരിയിൽ തൃപ്തിപ്പെടാത്തവനുമാണ്. എനിക്ക് പ്രസംഗിക്കാൻ കഴിവെന്ന് വേറൊരാൾക്കും കൊടുത്ത്, ഇച്ചിരി കഴിവ് കൂടുതൽ അയാൾക്ക് കൊടുത്ത്, അപ്പൊ ഞാൻ ചിന്തിക്കാൻ, പടച്ചോനെ എന്തൊരു പ്രസംഗമാണ്, ഒരു ചെറിയ കുച്ചെങ്കിലും കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഖിസ്മത്തിലെ ഓഹരി, അള്ളാഹു ഓഹരി ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തിയായില്ലെന്നല്ലേ അർത്ഥം. അപ്പൊ അള്ളാഹു തആല വെറുതെ വിടുവോ? അല്ല വെറുതെ വിടോ? അള്ളാന്റെ പള്ളിയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ മദ്രസയുടെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ പടച്ചവന്റെ പരിശുദ്ധ ദീനിനോട് കളിക്കുന്നത് പോലെയാണോ ഇത്? അല്ല പറയാണ്, എന്റെ നിഅമത്തുകളുടെ ശത്രുവാണ്, എന്റെ ഓഹരി കൊണ്ട് പൊരുത്തപ്പെടാത്തവനാണ്, എന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്തവനാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ നിഅമത്തുകൾക്കും അസൂയ വെക്കണ്ട. ഇത് വിശദീകരിക്കാൻ സമയമില്ല. ആർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളുടെ നമ്മൾ അസൂയ വെക്കരുത്. നമുക്കൊരു നിഅമത്ത് കിട്ടുമ്പോൾ മറ്റുള്ളവർ അസൂയ വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാനുള്ള ഒറ്റ കാര്യമുണ്ട്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. സൂറത്തുൽ ഫലഖ് നമ്മൾ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പൊന്നു സഹോദരങ്ങളെ, ചില ആളുകൾ കണ്ണു വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വെണ്ണീറായി പോകും. അതിൽ ഒരു സംശയവും വേണ്ട. കണ്ണ് വലിയ പ്രശ്നമാണ്. സിഹ്ർ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പട്ടിക്കാഷ്ടത്തിലും നായയുടെ കാഷ്ടത്തില് സിഹ്ർ ചെയ്ത് ക്ഷുദ്രം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാൾ ഭീകരമാണ്. അങ്ങനെ നോക്കിയിട്ടൊന്ന് ഇരുത്തിയാ മതി, തീർന്ന്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആ മക്കളെ പോലും കുളിപ്പിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയണം മാഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയണം. ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് കണ്ണേറുണ്ടാവും. കണ്ണാടി നോക്കുമ്പോ നമ്മുടെ സൗന്ദര്യം തന്നെ നമ്മൾ കണ്ടിട്ട് അസൂയ വെക്കാനും കണ്ണ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അവിടെയും നീ ഒരു കുറവായിട്ട് കണ്ടിട്ട് നീ പറയണം അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹ് എന്റെ പൊറോക്ക നീ ശരിയാക്കി തന്നു, മോശമാണ്, അതുകൊണ്ട് നീ ശരിയാക്കി താ അല്ലാഹ്. കാരണം എന്താണ്? നമ്മളെല്ലാം തികഞ്ഞവനാണെന്ന് തോന്നും. ആർക്കും ജന്മനാ കിട്ടിയ സൗന്ദര്യം മോശമാണെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സൗന്ദര്യം കൂട്ടാനൊക്കെ എല്ലാ സെലിബ്രിറ്റികളും അങ്ങനെയാണ്. 180 വയസ്സായ നടീനടന്മാരൊക്കെ നടക്കുന്നത് ഇപ്പോഴും 18 വയസ്സുകാരെ പോലെയാണ്. കാരണം എന്താണ്? പൈസയുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് അവരുടെ കോലങ്ങൾ മാറ്റാൻ ഇപ്പോ പ്ലാസ്റ്റിക് സർജറിയാണ്. നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചില്ലേ? മെയിൻ അപകടം നടന്ന ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി. ഹൈവേയിൽ വെച്ച് ലിംഗം തെറിച്ചുപോയി ഒരു ചെറുപ്പക്കാരൻ്റെത്.
മംഗലാപുരത്തുള്ള കസ്തൂർബ മണിപ്പാലിലാണ് അതിന്റെ കേന്ദ്രമെങ്കിലും മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കർണാടകയിലെ മെഡിക്കൽ കോളേജിലെ നിപുണനായ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ ഡോക്ടർ ഒരു വിരൽ മുറിച്ചെടുത്തിട്ട് ആ വിരൽ ലിംഗമായി വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത കാലമാണ് നമ്മളുള്ളത്. ആ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ അടുത്ത സമയത്ത് ഉദ്ധാരണ ശേഷി കൂടാൻ വേണ്ടിയിട്ട് ആളക്കടിക്കുന്ന മരുന്നടിച്ചിട്ട് തന്റെ ഗേൾ ഫ്രണ്ടിനടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു വാർത്തയാണ്, വലിയ വാർത്തയാണ്. NRCയുടെ ഇടയിലങ്ങ് മുങ്ങിപ്പോയെന്നേ ഉള്ളൂ. ഉദ്ധാരണ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കാളക്കടിക്കുന്ന മരുന്നെടുത്ത് അടിച്ചിട്ട് ഗേൾ ഫ്രണ്ടിനോടൊപ്പം സഞ്ചരിക്കാനും സഹവസിക്കാനും തീരുമാനിച്ചു. ആശുപത്രിയിൽ കയറി ഇപ്പൊ 40-50 ഓപ്പറേഷൻ കഴിഞ്ഞു. അള്ള തരുന്ന ഒരു നിയമത്തുണ്ട് സഹോദരങ്ങളെ. നമുക്കിപ്പോ അള്ളാഹു താല കാൽമുട്ട് തന്ന് എവിടെ ാൻ കുഴപ്പമൊന്നുമില്ല. 10-25-35 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ട് മടങ്ങാതെ നമ്മൾ മുട്ട് മാറ്റി വെക്കേണ്ടി വരുന്നു. മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന AB വാജ്പേയി എന്ന ഒരു കാലത്ത് മിതവാദിയാണെന്ന് ഇപ്പൊ തോന്നിപ്പോ അന്നെന്ന ഏറ്റവും വലിയ ഭീകരവാദിയായി നമുക്ക് തോന്നിയ മുൻ പ്രധാനമന്ത്രി. അന്ന് നമ്മൾ തോന്നിയതാണ് ഏറ്റവും വലുതെന്ന്. പിന്നീട് മഹാന്മാരൊക്കെ വന്നപ്പോ നമ്മൾ മനസ്സിലായി അത് മിതവാദിയാണെന്ന്. അപ്പൊ ആളുകൾ മിതവാദി, വലിയവാദി, തീവ്രവാദി എന്നൊക്കെ പേര് കൊടുക്കുന്നത് പുറകെ ഓരോന്ന് വരുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി മോഡിയും ഷായും യോഗി എന്നാ നമ്മൾ കരുതുന്നത്. ഇതിനെക്കാളും വലുത് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പിന്നീട് കഴിഞ്ഞ് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ അള്ളാഹു തന്ന ഈ കാലുണ്ടല്ലോ, ഇപ്പോ നമുക്കറിയാം മഴതനിയുടെ നാടാണിത്. മഴതനിയുടെ കാല് എത്ര തവണ ആ വെപ്പുകാല് മാറ്റിവെച്ചു. കോയമ്പത്തൂര് വെച്ച് അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് മാറ്റിവെക്കാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹം ശംഖുമുഖത്ത് കടപ്പുറത്ത് തടിച്ചുകൂടിയ പുരുഷാരത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വെപ്പുകാല് കാണിച്ചു കൊടുത്തു. മാറ്റണം. അതിനോട് ചോദിച്ചു നോക്ക്, ഉസ്താദിനോട് ചോദിച്ചു നോക്ക്. ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ 3 വർഷം, ഇല്ലെങ്കിൽ 1.5 കൊല്ലം കഴിയുമ്പോൾ മാറ്റി വെക്കണം. അള്ളാഹു തന്ന ഈ കാലുകൊണ്ട് 10-80 കൊല്ലം പാറകളിലും അതുപോലെ തന്നെ ഏത് ലോകത്തും ഓടി നടന്നിട്ട് ഉപ്പൂറ്റി തേഞ്ഞു പോയി മാറ്റി വെക്കണമെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അള്ള തരുന്ന നിഅമത്തുകൾക്ക് നമുക്ക് ഒരിക്കലും അതിന് വില കൽപ്പിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് നമ്മൾ ചിന്തിക്കൂ. അള്ളാഹു അവന്റെ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്താനും അള്ള തരുന്ന നിഅമത്തുകൾക്ക് അസൂയ വയ്ക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി അത് വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ചേർത്തൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ആരെങ്കിലും അസൂയ വെച്ചാൽ, ഇപ്പൊ ഒരു പണക്കാരൻ ഇപ്പുറത്തെ പണക്കാരൻ വീട് വെച്ചപ്പോ അതിനേക്കാളും ആണ് വല്ലാത്ത അസൂയ തോന്നിയാൽ ഒരു കാര്യം മനസ്സിലാക്ക്, അസൂയ വെക്കരുത്. വെച്ചാൽ അവൻ വീണ്ടും 2ാമത്തെ നില കൂടെ കെട്ടും. ഒരു സംശയമില്ല. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തന്റെ മന്ത്രിയോടുള്ള അടുപ്പത്തെക്കാൾ രാജാവിന്റെ മന്ത്രിയോടുള്ള അടുപ്പത്തെക്കാൾ കൂടുതൽ അടുപ്പം ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുമായിട്ടുണ്ടായി. മന്ത്രിക്ക് സഹിച്ചില്ല. കാരണം എപ്പോഴും വിളിക്കുന്നത് ഈ ചെറുപ്പക്കാരനെയാണ് തന്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ. മന്ത്രിക്ക് വല്ലാത്ത ഒരു അരിശം വന്നു. മന്ത്രി ഒരു ദിവസം ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. ഈ ചെറുപ്പക്കാരനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തപ്പോ എന്ത് ചെയ്തെന്നറിയോ? ചെറിയ ഉള്ളി അധികമായി ഇട്ട് കറി വേവിച്ച് ഭക്ഷണം കൊടുത്ത ശേഷം അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, രാജാവിന് ഈ ഉള്ളിയുടെ സ്മെൽ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് രാജാവിന് വായു മൂക്കാൻ ഇല്ലെങ്കിൽ തലയും കാര്യമാണ്. ഉള്ളി കൂടുതലിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ദുർനാറ്റങ്ങളൊന്നും പിടിക്കില്ല, അതുകൊണ്ട് പറഞ്ഞു. പാവപ്പെട്ടവൻ സമ്മതിച്ചു. നേരെ രാജാവിന്റെ അടുത്ത് ഈ മന്ത്രി, രാജാവെ, നിങ്ങളുടെ ഒരു നാട് മൊത്തം പരന്നിരിക്കാൻ എന്താന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് വായനാറ്റമുണ്ട് എന്ന് നിങ്ങൾ ഏറ്റവും അടുപ്പക്കാരനായ ആ കൂട്ടുകാരൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടാണല്ലോ നിങ്ങൾ വിളിച്ചടുത്ത് നിർത്തുന്നത്, അവൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. എന്നാ നിങ്ങൾ ഇനി വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളി, അയാൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോഴൊക്കെ വായും മുഖം പൊത്തിയിട്ടായിരിക്കും സംസാരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് കൊളുത്തി വെച്ചു കൊടുത്തു.
അസൂയയിൽ നിന്നുണ്ടാവുന്നതാണ്. പാവപ്പെട്ടവനോട് പറഞ്ഞ നേരെ തിരിച്ചല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാവ് നോക്കുമ്പോ ശരിയാണ്, അയാൾ വന്ന് സംസാരം തുടങ്ങിയപ്പോഴേക്കും വായം മൂക്കും പൊത്തിപ്പിടിക്കുകയാണ്. രാജാവ് ഒന്നും ചിന്തിച്ചില്ല. രാജാവ് ഒരു കത്ത് എഴുതി ആരാച്ചാർക്ക് കൊടുത്തു വിട്ടു. കത്ത് തുറന്നു നോക്കാൻ അവസരമില്ല. കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കത്ത് കൊണ്ട് കൊടുക്കുക, അതിനകത്തുള്ളത് വേറെ ഒന്നും എഴുതിയിട്ടില്ല, ഈ വരുന്നവനെ കൊന്നേക്കുക, അത്രേ ഉള്ളൂ. 2-3 ദിവസം കഴിഞ്ഞപ്പോഴ് മന്ത്രി നോക്കുമ്പോണ്ട് യവൻ ഒരു കത്തും കൊണ്ട് പോവാൻ. മന്ത്രി വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? അത് രാജാവ് ഈ കത്ത് തന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ മന്ത്രി കരുതി, എന്റെ അടവുകളൊന്നും പയറ്റിയിട്ട് റെഡിയായിട്ടില്ല, ഇയാളെ വീണ്ടും അടുപ്പക്കാരനാക്കി ഇപ്പോ ദൂതനുമാക്കിയിരിക്കുകയാണെന്ന് കരുതിയിട്ട് പറഞ്ഞു, ഞാൻ 2000 പൊന്ന് തരാം, ആ കത്ത് നീ ഇങ്ങ് തരാൻ പറഞ്ഞു. കത്ത് മന്ത്രി അങ്ങ് വാങ്ങി. ഇയാൾക്ക് 2000 പൊന്നും കൊടുത്തിട്ട് പറഞ്ഞു, നീ നിന്റെ ജോലിക്ക് പൊയ്ക്കോളാം പറഞ്ഞു. ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. കുറെ നാള് കഴിഞ്ഞപ്പോഴേക്കും രാജാവ് ഈ മനുഷ്യനെ കണ്ടു. കാര്യങ്ങൾ ചോദിച്ചു, നീ ചത്തില്ലേ? നിന്നെ കൊല്ലാനാണല്ലോ ഞാൻ കത്തും തന്നു വിട്ടത്. അവൻ പറഞ്ഞു, ഇല്ല, വഴിയിൽ വെച്ച് മന്ത്രി എന്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി 2000 പൊന്നെനിക്ക് സമ്മാനവും തന്നു. മാത്രമല്ല, നമ്മുടെ മന്ത്രി പാവമാണ്. ഇടയ്ക്ക് അയാളുടെ വീട്ടിൽ എനിക്ക് ഭക്ഷണം, സദ്യയൊക്കെ ഒരുക്കിയിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ തന്നിട്ട് അതിൽ കൊച്ചുള്ളി അല്പം കൂടിപ്പോയതിന്റെ പേരിൽ നിങ്ങൾക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളെ മുന്നിൽ വരുമ്പോ മൂക്കും വായും പൊത്തിപ്പിടിക്കണമെന്ന് എനിക്ക് ഉപദേശവും തന്നു. നല്ല മന്ത്രിയാ, നിങ്ങൾക്ക് കിട്ടി, ദൈവം തന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവിന് കാര്യം പിടികിട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അസൂയ കൊണ്ട് നടന്ന മന്ത്രി വാളിനിരയായി. അസൂയ വെക്കപ്പെട്ട ഈ സാധാരണ പിന്നീട് ആ മന്ത്രിയുടെ സ്ഥാനത്ത് മന്ത്രിയായി. ഇതാണ് നമ്മുടെ മുമ്പിൽ നടക്കാൻ പോകുന്ന. ആർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ നമ്മൾ അസൂയ വെക്കരുത്. നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളിൽ അസൂയ വെക്കാതിരിക്കാൻ സൂറത്തുൽ ഫലക്ക് നമ്മൾ പതിവാക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ, ഇന്ന് കാണുന്ന ശത്രുക്കൾ മാത്രമല്ല, അൻഷണത്തിന്റെ ശത്രുതയുടെ ഇടയിലാണ് വിശ്വാസിയുടെ മുന്നോട്ടുള്ള ഗമനം. അതിൽ ഒന്ന് അസൂയ വെക്കുന്ന തന്റെ മുഅ്മിനായ സഹോദരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി റസൂലുള്ളാഹി പറയുകയാണ്, രണ്ടാമത് ആരെന്നറിയോ? വമുനാഫിഖുൻ യബ്ഗുലുഹു വമുനാഫിഖുൻ യബ്ഗുലുഹു. അവനോട് ദേഷ്യമുള്ള, അവനോട് തീരാത്ത കലിയുള്ള മുനാഫിഖാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുനാഫിഖ് ആരെന്നറിയോ? ഒരുപക്ഷേ നമ്മളോടൊപ്പം നിസ്കാരത്തിന് പള്ളിയിൽ കാണും മുനാഫിഖ്. അല്ലാഹുവേ, ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ, ഉണർന്നിരുന്ന് കേട്ടോ. നമ്മളോടൊപ്പം നോമ്പ് തുറക്കാൻ കൂടെ ഉണ്ടാകും മുനാഫിഖ്. നമ്മളോടൊപ്പം ഹജ്ജിനും ഉണ്ടാകും, ചിലപ്പോ നമ്മളോടൊപ്പം ഉംറയ്ക്കും വരും, നമ്മളോടൊപ്പം എല്ലാ മേഖലകളിലും അയാൾ ഉണ്ടാകും. പക്ഷെ അയാൾ ഉള്ളിലുള്ള എല്ലാ കാപട്യങ്ങളും മറച്ചു വെച്ചിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുകയാണ്. നമ്മളിൽ നിന്ന് ഓരോന്ന് ഒപ്പിയെടുത്തിട്ട് മറുഭാഗത്ത് കൊടുക്കാൻ അങ്ങനത്തെ ആളുകളെ രംഗപ്രവേശനം ചെയ്ത കാലമാണിത്. അങ്ങനെയുള്ള ആളുകളെ ധാരാളമുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ആളുകളെ ധാരാളമുള്ള സംസ്ഥാനമാണ് കേരളം. ധാരാളമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് പോരെ. ഇന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം എന്ന മതത്തിന്റെ, ദീനിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാൻ നല്ല മനസ്സോടെ വരുന്ന ആളുകൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലോട്ട് കടന്നു വരുമ്പോ നമ്മുടെ ഇടയിലെ ജനനം കൊണ്ട് മുസ്ലിമായ, മുസ്ലിം വാപ്പാക്കും മുസ്ലിം ഉമ്മാക്കും ജനിച്ച, മുസ്ലിം പേരുള്ള, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേരുകൾ ലഭിച്ചു പോയ ആളുകൾ തന്നെ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുക. നമ്മൾ ജീവിക്കുന്ന കാലം അതാണ്. ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയണ്ടല്ലോ, ബുദ്ധിയുള്ളവന് സൂചന മതിയെന്നല്ലേ ആപ്തവാക്യം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുനാഫിഖീങ്ങളാണ് അവരൊക്കെ. എന്തുകൊണ്ടെന്നറിയോ? അവര് വിശ്വസിക്കാൻ പാടില്ലാത്തവരാ. നമ്മുടെ മുന്നിൽ ചിരിക്കുന്നവരാണ്. ചില ആളുകൾ പറയും, ഞാൻ പ്രവാചകന്റെ ആളാണ്, പക്ഷേ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അന്വർത്ഥമാർത്താത്തവരാണ്. അവര് ഹജ്ജിന് പോയിട്ടുണ്ടാകാം, അവർ ഉംറയ്ക്ക് പോയിട്ടുണ്ടാകാം,
എന്റെ സഹോദരങ്ങളെ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകാം, ജുമയ്ക്കും പള്ളിയിൽ പോകുന്നവരാകാം, പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോകുന്നവരാകാം. പക്ഷെ അവരെ മുനാഫിഖീങ്ങളാ, കപട വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെ കപട വിശ്വാസികൾ അല്ല ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? ഈ കപടന്മാരെ അല്ല ചെയ്യുന്നത് എങ്ങനെന്നറിയോ? സ്വർഗത്തിന്റെ വാതിലല്ല തുറന്നിടുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, ഓടി വാ, സ്വർഗത്തിൽ കയറിക്കോ. അല്ലാഹുവിന്റെ മാലാഖമാര് സ്വർഗത്തിലേക്ക് കവാടങ്ങൾ തുറന്നിട്ട് ക്ഷണിക്കുമ്പോ ഈ മുനാഫിഖീങ്ങൾ ഓടി സ്വർഗത്തിൽ കയറാൻ പോവുകയാ. അങ്ങനെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ അല്ലാ സ്വർഗത്തിന്റെ കവാടങ്ങൾ അങ്ങ് അടയ്ക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹുവിന്റെ മലക്കങ്ങ് അടയ്ക്കുകയാണ്. അവര് നാണം കെട്ട് ലജ്ജിച്ച് മാണിച്ച് തലതാഴ്ത്തി തിരിഞ്ഞു നടക്കുന്നതാണ്. അവര് പോകുമ്പോ അല്ലാഹുവിന്റെ മലക്ക് വീണ്ടും വിളിക്കും, വാ, തുറന്നു തരാൻ കയറിക്കോ. അങ്ങനെ ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുമ്പോ വീണ്ടും അടയ്ക്കപ്പെടുകയാണ്. ലാ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടൂലത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിഫാഖ് കാണിക്കുന്നതെന്നറിയോ? എന്തിനാണ് കാപട്യം കാണിക്കുന്നതെന്നറിയോ? അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നിലനിൽപ്പിന് വേണ്ടിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളോടൊപ്പം ചേർന്ന് നിന്നാൽ എല്ലാവരെയും ഇവിടെ നിന്ന് ഓടിക്കുമ്പോ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്ന് ചിന്തിച്ചു പോയ ചില പൊട്ടന്മാര്, ആ പൊട്ടന്മാര് ചുമരിച്ചു പോകുന്ന പൊട്ടന്മാരാ. എന്നിട്ട് പറയുന്നത് എന്താണ്? പള്ളിയിലെ പ്രസംഗം ഞാൻ ഉദ്ദേശിച്ചത് പോലെയല്ലത്രേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇയാളെ കരുതിയത് പാർട്ടി ഓഫീസിൽ കയറിയതെന്നാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്താണ് ഇരിക്കുന്നതെന്ന ബോധമില്ല. ഖുർആൻ കേട്ടപ്പോ ഹാലിളകിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ആളുകളുടെ ചിന്ത എന്താണ്? എല്ലാവരെയും മാറ്റി ഓടിക്കുമ്പോ തങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്നാണ്. നിങ്ങൾക്കറിയോ, ഒരു ദിവസം മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് തങ്ങളെയും സുബൈർ തങ്ങളെയും റസൂൽ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, സുബൈറേ, അലിയേ, മിഖ്ദാദേ, നിങ്ങൾ പെട്ടെന്ന് കൊട്ടകമെടുത്ത് കുതിരയെടുത്തിട്ട് നിങ്ങൾ റൗളത്തുൽ ഖാഖ് എന്ന സ്ഥലത്ത് പോകണം. റൗളത്തുൽ ഖാഖ് എന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ ഒട്ടകക്കെട്ടിൽ ഒരു പെണ്ണിരിപ്പുണ്ട്, പേര് സാറ. ആ സാറ എന്ന പെണ്ണിന്റെ കയ്യിലൊരു കത്തിരിപ്പുണ്ട്, നിങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്, അലി തങ്ങളുടെ കുതിര അതാ ഹാജരായി. കുതിരപ്പുറത്ത് കയറിയിട്ട് 3 പേരും അതാ റൗളത്തുൽ ഖാഖ് എത്തുകയാ. അവിടെ ചെല്ലുമ്പോ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒട്ടകമുണ്ട്, ഒട്ടകക്കട്ടിലുണ്ട്. ഒട്ടകക്കട്ടിലതാ സാറ എന്ന പെണ്ണുമുണ്ട്. ആ പെണ്ണിനോട് ചെന്നിട്ട് ചോദിച്ചു, സാറ, നിന്റെ കയ്യിലുള്ള കത്തിങ് തരുവോ? അവള് ചോദിച്ചു, എന്ത് കത്ത്, ഏത് കത്ത്? അങ്ങനെ കത്ത് എനിക്കറിയില്ലല്ലോ. മഹാനായ അലി തങ്ങൾ പറഞ്ഞു, പെണ്ണേ സാറ, എന്റെ ഹബീബാണ് നിന്റെ കയ്യില് കത്തുണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നിന്റെ കയ്യില് കത്ത് കാണുമെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് കത്തെടുക്കു പെണ്ണേ, ഇല്ലെങ്കിൽ നിന്റെ തുണി അഴിച്ചിട്ടാണെങ്കിൽ ഞങ്ങള് കത്തെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അവള് മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് കത്തെടുത്ത് അലിയുടെ കയ്യിൽ കൊടുക്കുകയാ. ആ കത്തും വാങ്ങിയിട്ടില്ല ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ആ കത്ത് നിവർത്തിയിട്ട് റസൂലുള്ള വായിച്ചിട്ട് ചോദിക്കുകയാണ്, ഐന ഹാതിബ് ഇബ്നു അബീ ബൽതആ, എവിടെയാടാ ഹാതിബ് ഇബ്നു വാടാ, ഹാതിബ് ഇബ്നു വാടാ എന്ന് പറഞ്ഞു. സഹാബാക്കളിലെ പ്രമുഖനായ ഹാതിബ് ഇബ്നു അബീ ബൽതആ റളിയല്ലാഹു തആല അൻഹു ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തുകയാ. നബി തങ്ങൾ ചോദിച്ചു, ഹാതിബേ, നീ എന്തു പണിയാ കാണിച്ചത്? എന്തു പണിയാണ് ഹാതിബേ നീ കാണിച്ചത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഹാതിബ് പറഞ്ഞു, നബിയേ, ഞാനിത് ചെയ്തത് ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയല്ല.
ഒരിക്കലും അങ്ങനെ ഒറ്റുകൊടുത്തതല്ല. ഇത് കേട്ടപ്പോ ഉമർ തങ്ങളൊക്കെ കാര്യം മനസ്സിലായി. ഉമർ തങ്ങൾ ചോദിച്ചു, നബിയേ ഇവൻ എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ ഇവനെ ചെയ്തത് എന്തെന്നറിയോ? നമ്മുടെ രഹസ്യ നീക്കങ്ങളെ മക്കക്കാർക്ക് ഒറ്റുകൊടുത്തിരിക്കുകയാ. നമ്മുടെ രഹസ്യ നീക്കങ്ങളെ മക്കക്കാർക്ക് ഒറ്റുകൊടുത്തിരിക്കുകയാ. അവർക്ക് ഇവനെ രഹസ്യമായി വിവരം കൊടുത്തിരിക്കുകയാ. ആ കത്താണ് ഈ കത്ത്. ആ കത്താണ് ഞാൻ തിരിച്ചെടുപ്പിച്ചതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വാൾ വലിച്ചൂരിയിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനവനെ കൊന്നു കളയട്ടെ നബിയേ, ഞാനവനെ കൊന്നു കളയട്ടെ നബിയേ. അങ്ങയുടെ രഹസ്യ നീക്കങ്ങളെ വിവരം കൊടുത്ത ഇവനെ ഞാൻ കൊന്നു കളയട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ല ഉമറേ, അയാള് ബദറിൽ പങ്കെടുത്ത സഹാബിയാ. ബദറിൽ പങ്കെടുത്ത സഹാബാക്കളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? അല്ലാഹു അറിയിച്ചത്, നിങ്ങൾ എന്തു വേണോ ചെയ്തു അല്ലാഹു പുറത്തു തരുമെന്നാണ്. അത്രയും വലിയ ത്യാഗം ചെയ്തവരാ ബദരീങ്ങൾ. അതുകൊണ്ട് ബദരിയായത് കൊണ്ട് നമുക്ക് മാപ്പ് കൊടുക്കാം ഉമറേ. അല്ലാഹു മാപ്പ് കൊടുത്തെങ്കിൽ പിന്നെ നമുക്ക് എന്താ പേടി ഉമറേ? അങ്ങനെ മാപ്പ് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചതെന്നറിയോ? ആത്തബ് ബിൻ നബി ബൽത പറയുന്നു, മാ ഫഅൽതു യാ റസൂലല്ലാഹ്, നബിയേ ഞാനിത് ചെയ്തത് ഒരിക്കലും അങ്ങയോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. വളർത്തിയതാ ഇസ്ലാമിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുമല്ല. പിന്നെയോ എന്റെ സമ്പത്തെല്ലാം മക്കത്താണുള്ളത്. എന്റെ സമ്പത്ത് മുഴുവനും അങ്ങ് മക്കത്താണ്. ഞാൻ മദീനയിലേക്ക് വരുന്ന സമയത്ത് എന്റെ സ്വത്ത് നോക്കാൻ അവിടെ ആരുമില്ല. പക്ഷെ ഇവിടെ അങ്ങയുടെ സഹാബാക്കളിൽ എല്ലാ സഹാബത്തിനും ബന്ധുക്കൾ അവിടെ ഉണ്ട്. അവരൊക്കെ അത് നന്നായിട്ട് നോക്കുന്നുമുണ്ട്. എന്റെ ബന്ധുക്കൾ ആരും മക്കയിലില്ല നബിയേ. എന്റെ സ്വത്തുക്കളും മക്കയിലാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു രഹസ്യ നീക്കത്തെ പറ്റി ഞാനൊന്ന് വിവരം കൊടുത്താൽ എന്റെ സ്വത്ത് അവര് നോക്കുമല്ലോ നബിയേ. മക്കക്കാരന്റെ സ്വത്തില് കൈവെക്കൂല. ഇതിന് പകരമായിട്ട് എന്റെ സ്വത്തുക്കളെല്ലാം അവര് സംരക്ഷിച്ചോളും. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് റസൂലേ. ആ സമയത്തതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്. ഖുർആൻ സമ്പൂർണ്ണമായതുകൊണ്ടാ. ഇല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയുടെ പേരിൽ എത്ര ആയത്തല്ല ഇറക്കിയേനെ. എന്റെ സഹോദരങ്ങളെ, ആയത്തിറങ്ങുകയാണ്. ആത്തിബ് ബിൻ നബി ബൽതഅത്തിന് വേണ്ടി ആയത്തിറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാ. അല്ലാഹു പറയുന്നു, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകരാക്കല്ലേ. ഒരുത്തനെയും വിശ്വസിക്കല്ലേ, ഒരുത്തനെയും വിശ്വസിക്കല്ലേ. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകണം ഏർപ്പെടുത്തല്ലേ. അവരെ നിങ്ങളെ സംരക്ഷിക്കൂല. അവരൊരിക്കലും നിങ്ങളെ സംരക്ഷിക്കാൻ വരൂല. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് NRC പഠിപ്പിക്കാൻ വരുന്ന ഫാസിസ്റ്റുകളെ പടിയടച്ച് പിണ്ടം വെച്ചോ, അത് ഇബാദത്താണ്. നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുത്തോ, സംഭാരം കൊടുത്തോ, തൈര് കൊടുത്തോ, സാമ്പാർ കൂട്ടി ചോറ് കൊടുത്തോ, 3 ദിവസം നമ്മുടെ വീട്ടിലവർക്ക് പായ വിരിച്ചു കൊടുക്ക. നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ രക്തമാണവര്. ഇവിടത്തെ ഹിന്ദുക്കൾ നമ്മുടെ രക്തമാണ്. അവർക്ക് 3 ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ. പക്ഷെ ഒരു RSS കാരനെ വീട്ടിൽ കേട്ടരുത്, ഒരു BJP കാരനെ വീട്ടിൽ കേട്ടരുത്. ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സമീപനമാണ്. ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാ. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ സംരക്ഷകരാക്കരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷിച്ചോ. സൂക്ഷിച്ചാ നമ്മൾ ദുഃഖിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു നിന്നോട് ദേഷ്യമുള്ള മുനാഫിഖാണ്. നമ്മൾ നോക്കുമ്പോ മുസ്ലിം പേരാണ്, നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം പേരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ്, എന്റെയും നിങ്ങളുടെയും പെണ്ണന്മാരാണ്, എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതെങ്കിൽ
നിങ്ങൾ സഹിക്കുമോ? ഞാൻ സഹിക്കുമോ? ഇതങ്ങ് ആസാമിലായതുകൊണ്ട്, കാശ്മീരിലായതുകൊണ്ട്, യു പിയിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ? ഈ ലൈറ്റ് കണ്ടില്ലേ? ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക്, അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക്, ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും പിന്നെ കത്തൂല. എന്തുകൊണ്ടാണ്? നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുച്ഛക്തിയുടെ പ്രവാഹമുണ്ട്. ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ തൗഹീദ് എന്ന ഈമാൻ എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത്. കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ മോമിനീങ്ങളല്ല. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുനാഫിഖീങ്ങളെ നമ്മൾ കരുതിയിരിക്കുക. നമ്മൾ കൃത്യമായിട്ട്, നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല, നമുക്ക് കള്ളമില്ല, നമുക്ക് കാപട്യമില്ല. അതുകൊണ്ട് തുറന്നു പറയാം എന്റെ പ്രിയപ്പെട്ടവരെ. അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന പറയുന്നതിന് ചില ആളുകൾക്ക് വിഷമമുണ്ട്, ആ പേര് പറയുന്നതിൽ. ഞാൻ ചില ഭാഗങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, കൊല്ലം ജില്ലയിലെ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് അബ്ദുള്ള കുട്ടി എന്നല്ല, ദേവദാസ കുട്ടി എന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ, അല്ലാ എന്ന് പറഞ്ഞാൽ ദേവൻ. അപ്പോ അബ്ദുള്ള എന്നതിന് പകരം നബി തങ്ങളുടെ വാപ്പാന്റെ പേരാണല്ലോ. മാത്രമല്ല, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള. സെക്കൻഡ് അബ്ദുറഹ്മാൻ. അവന്റെ പേരിനോട് അബ്ദ് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം, അതാ നമുക്ക് ഇവിടെ യോജിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ്. ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ കഴിയാൻ പറ്റുമെന്ന്? ഒരിക്കലുമില്ല. ഇനി സമയമുണ്ട്. പരിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണമായി. ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ അത്രയും വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം ഇത് കേൾക്കും. ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു, അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും. ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. എന്റെ പള്ളിയിൽ മുമ്പൊരിക്കൽ വന്നിട്ടുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ്. എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക. നിങ്ങൾ ഒറ്റുകാരനാകരുത്, സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത്. ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ സ്വയം സാർത്ഥപ്പെടരുത്. അത്രമാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും. ഓടി വരാൻ പറയും, അടുത്തെല്ലുമ്പോ അള്ളാഹ് അടയ്ക്കും. ഓടാന്ന് പറയും. ഓടി വിഷമത്തോടെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കും. ഓടി അടുത്ത് വരുമ്പോൾ വീണ്ടും അടയ്ക്കും, പോടാന്ന് പറയും. ഇതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുക മുനാഫിഖീങ്ങൾക്ക്. ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി, ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് BJP ചേർന്നിട്ട് അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാല് വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ടങ്ങ് കീറിപ്പോകുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല. ഒരിക്കലും നിങ്ങളെ ഇവിടെ നിർത്തി ഞങ്ങളെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനാവ് നിങ്ങളെ കാണണ്ട. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു മുനാഫിഖ് യബുഗുഹു, നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന മുനാഫിഖാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ചുരുക്കി പറയാം, 1 മണിക്കൂറായി, ഇനി 3 ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്നാമത്തെ ശത്രു, മൂന്നാമത്തെ പ്രതിസന്ധി ഏതെന്നറിയോ? മൂന്നാമത്തേത് വഅദൂനി യുഖാതിലൂ. അല്പമൊന്ന് വിശദീകരിക്കേണ്ടതാണ്. നിന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് മുസ്ലിങ്ങളെ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കിയത് എന്താണ്? ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന്. ഞങ്ങളുടെ ബാബരി മസ്ജിദ് തട്ടി തകർത്ത് തരിപ്പണമാക്കി വർഷങ്ങളോളം കേസ് നടത്തി ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയി. എന്നിട്ടും അവസാനം എല്ലാ ജിയോളജിക്കൽ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി. എല്ലാം ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ചാനലുകൾ നമ്മൾ മാറി 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 കണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഇസ്സത്തിന്റെ അടയാളമായ ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. ഇത് ചെയ്തവരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി. എല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുമ്പോ ഇല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നിടത്ത് 5 ഏക്കർ തരാ പള്ളി തരൂലെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ്. സാക്ഷര കേരളത്തിലെ ഇവിടത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോണിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും. കാരണം എന്താണ്? അതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന, ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഒരു ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ രാജ്യത്തിന്റെ എന്തിന് കേരളത്തിന്റെ എത്ര സ്ഥലത്ത് നിന്ന് ഈ ശിലാ പൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ല് കൊണ്ടുപോകുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ? ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നാട്ടി ഓടിക്കണമെന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന എംബോക്കികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ മോശമായ ഏതെങ്കിലും സഭ്യതയില്ലാത്ത വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പറയുന്നത്? ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല. അങ്ങനെ പറയുന്നവന്റെ നാവുണ്ടാവൂലെന്നാ നമുക്ക് തിരിച്ചു പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് യുദ്ധത്തിന് വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്കറിയോ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ ശാസ്താംകോട്ടക്കാരെ നിങ്ങൾ ഞെട്ടിപ്പോകും, സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ 14 മുമ്പ് പറയുകയാണ്, തഅതീകും ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾക്ക് വരും ഒരു ദുരന്തം. അത് ഏതെന്നറിയോ? എനിക്ക് ശേഷം നിങ്ങൾക്ക് 4 ദുരന്തങ്ങൾ വരും, 4 കലാപങ്ങൾ വരും, 4 യുദ്ധങ്ങൾ വരും, 4 പ്രതിസന്ധികൾ നിങ്ങൾക്ക് വരും. അതിൽ ഒന്നാമത്തേത് യുസ്തഹല്ലു ഫീഹ ദിമാ, ഒന്നാമത്തേത് നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടും, നിങ്ങളുടെ ശരീരം പീസ് പീസാക്കപ്പെടും. രണ്ടാമത്തേതോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു, നിങ്ങളുടെ ശരീരം പീസ് പീസാക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും. രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നില്ലേ സഹോദരങ്ങളെ? എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ നാദാപുരപ്രിയപ്ര കോടികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത്, മാറാടപ്ര നട്ടമാവുന്നത്. ആലോചിച്ചു നോക്ക്. മൂന്നാമത്തത് നബി തങ്ങൾ പറഞ്ഞു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരും സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് മൂന്നും വന്നില്ലേ? ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ തൊട്ട് മുമ്പിലെ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു. രാത്രി വന്നിട്ട് കതകിന് മുട്ടി. ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാൻ മണിക്കൂറുകൾ ബാക്കിയാണ്. ആ സമയത്ത് കതകിന് മുട്ടിയപ്പോൾ പേടിച്ചു വിറച്ച് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി. അവര് മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ ദുരവസ്ഥ ആലോചിച്ചു നോക്ക്. ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് നടു റോഡിലൂടെ വലിച്ചിഴച്ച് പിറ്റേന്ന് ജുമാ ദിവസത്തിന് പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ആ പെങ്ങളുടെ ജനാസ കിടന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാ? ഇപ്പോഴും നടക്കുന്നില്ലേ? ഇപ്പൊ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ കാമ വെറി തീരാതെ വന്നപ്പോൾ ഉത്തർപ്രദേശിലെ യതീംഖാനകളിലെ കയറിയിട്ട് 13 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ട ആൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയിട്ട് അവരുടെ രഹസ്യ അവയവങ്ങളിൽ നിന്ന് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഹബീബും നിങ്ങളുടെ ഹബീബും പറഞ്ഞതല്ലേ, ഇത് മൂന്നും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇനി 4ാമതൊരു ദുരന്തം വരാനുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, അത് കണ്ണും കാതുമില്ലാത്തതാ. നബി തങ്ങളുടെ വാക്ക് ചിന്തിക്കണം. അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അനിർവചനീയമാണ്. അതാർക്കും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഭീകരമായ കലാപം ഇനി വരാൻ സാധ്യതയുണ്ട്. അല്ല, വരും. എന്റെ ഹബീബും നിങ്ങളുടെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ്.